ഹായ് എവരിവൺ, ഇത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡാണ് വീക്കോഡ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ. അപ്പം ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റത്തത്, നമ്മൾ ഇതിന് മുന്നേ ഇതുവരെയായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നി നിങ്ങളെ ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു ഇൻട്രോ ബിറ്റും കൂടിയും ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ നമ്മളെ ഗസ്റ്റ് തന്നെയാണ്. വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ്. എൻ്റെ കൂടെ സൂമിൽ വർക്ക് ചെയ്ത എൻ്റെ ഡിയർ ഫ്രണ്ട് ആൻഡ് കൊളീഗാണ് വരുന്നത്. അപ്പം അവന് സ്വന്തമായിട്ട് റിസർച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഹീസ് എ വെരി വെൽ എസ്റ്റാബ്ലിഷ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. കാരണം നിങ്ങളൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എഞ്ചിനീയർ ഒക്കെ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ടെക് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ +2 കഴിഞ്ഞ കാലം തൊട്ടിട്ട് നമ്മൾ ഇപ്പം യൂറോപ്പിൽ വന്ന് സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് വരെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് 2 പാർട്ടായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റിനോട് അതിനുള്ള അപ്രിസിയേഷനും താങ്ക്സും നിങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് പറയുക. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഗസ്റ്റും ഹാപ്പിയും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഇനിയും കൂടുതൽ ഗസ്റ്റുകളെ കൊണ്ടുവരാനും അതൊരു മോട്ടിവേഷനാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ വ്യൂവേഴ്സും കാര്യങ്ങളും കിട്ടുന്നതും നമുക്ക് ഗസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അങ്ങനെ ടോക്കിലൂടെ നമുക്ക് സംസാരിച്ച് ഡിസ്കസ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആൻഡ് ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ആൻസർ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അപ്പം ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവരും സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ ടോക്ക്. ഹലോ ഗൗതം, വെൽക്കം ടു വീക്കോഡ് കമ്മ്യൂണിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് നടത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പൊതുവേ നമ്മളെ ഗസ്റ്റിനെ കുറിച്ചാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യം നമ്മളെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് വരെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാവരും എൻഡ് ഗോൾ എന്താ വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ ടെക് ഫീൽഡിൽ വർക്ക് ചെയ്യണം, അവർക്ക് നല്ല സാലറി പാക്കേജിലേക്ക് എത്തണം, അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്പർ എഞ്ചിനീയർ ഒക്കെ ആവണം. ഇതാണ് എല്ലാവരുടെയും ഒരു എൻഡ് ഗോൾ. ഇതിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, കോമേഴ്സിൽ നിന്ന് വരുന്നവരുണ്ട്, ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിട്ട് നമ്മൾ ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഈ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആവും ഗൗതമിനോടുള്ള ഈ ടോക്ക് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനൊരു സെഷൻ വെക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഗൗതമിനെ കുറിച്ചൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനും കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട്. ഷുവർ. ഞാൻ ഇപ്പോൾ സൂമിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന ഫീൽഡിലാണ് ഇപ്പോൾ മോസ്റ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് 7 years എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 3 years ഞാൻ ഡെവലപ്സ് ആയിരുന്നു, ഡെവലപ്സ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ മെഷീൻ ലേണിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി യാഹുവിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. യാഹു പണ്ട് വലിയൊരു കമ്പനിയായിരുന്നു, ഇപ്പം അത്ര വലിയ കമ്പനിയില്ല, എന്നാലും വലിയ കമ്പനിയാണ്. ഞാൻ യാഹു മെയിലിൽ ഡെവലപ്സ് എഞ്ചിനീയറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ബിടെക് അല്ലേ പഠിച്ചത്? അതെ അതെ. അപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് നേരെ യാഹുവിൽ ജോയിൻ ചെയ്തു. ആക്ച്വലി ബിടെക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 4th year ആയപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഇങ്ങനെ ഗേറ്റിനുള്ള പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് യാഹുവിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അങ്ങനെ അത് പെർസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പം ആദ്യം ബിടെക് കഴിഞ്ഞ് എങ്ങനെ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്ന് ബാക്കോട്ടേക്ക് പോകാം. ബാക്കോട്ട് പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്താൻ കാരണം? ലൈക്ക് ഇപ്പോൾ നീ ഒരു 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ എങ്ങനെയാണ്, ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു ഈ ഫീൽഡിലേക്ക് വരണം, ടെക് ആവണം എന്നൊക്കെ? തീരല്ല. ഞാൻ ആക്ച്വലി എനിക്ക് കമ്പ്യൂട്ടർ ഐ തിങ്ക് 8th or 9th ആയപ്പം എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു വീട്ടിൽ. അതിൽ ഡയലോഗ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് കഴിഞ്ഞപ്പം എൻ്റെ കസിൻ ഒരു പ്രാവശ്യം വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ചെറുതായിട്ട് കോഡിംഗ് ഒക്കെ പഠിപ്പിച്ചു തന്നത്. ഇപ്പോൾ C++ലൊക്കെ ബട്ട് ചെറിയ കോഡ്, ഫോർ ലൂപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരുന്ന് പഠിപ്പിച്ചു. പക്ഷേ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് 10th കഴിഞ്ഞപ്പോൾ ഞാൻ സയൻസിലേക്കായിരുന്നു എന്തായാലും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അതിൽ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. ഓർ ലൈക്ക് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്കായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പം ഞാൻ എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വെബ്സൈറ്റും ലൈക്ക് സോഷ്യൽ നെറ്റ്വർക്ക്സൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു.
ഞാൻ കുറച്ച് വെബ് ഡിസൈനിങ്, HTML CSS അതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 11th 12th ആയപ്പോഴത്തേക്ക് എനിക്ക് പിടികിട്ടി എനിക്ക് ഇതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണ്. അപ്പോൾ 11th 12th ഒക്കെ എത്തുന്ന ആ ടൈമിൽ തന്നെ വെബ് ഡിസൈനിങ്ങും കാര്യങ്ങളും ചെറുതായിട്ട് തന്നെ ചെയ്തതിന് പക്ഷേ പഠിച്ചു തുടങ്ങിയിരുന്നു. എനിക്ക് ആ സമയത്ത് അയൺമാൻ്റെ മൂവി മാത്രമേ അറിയുള്ളൂ. കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയിട്ട് ഇതിന് പോകാമെന്ന് കരുതി. അടിപൊളി. അപ്പം 10th കഴിഞ്ഞിട്ട് സയൻസ് എടുത്തു, +1 +2 സയൻസ് എടുത്തു. എവിടെ പഠിച്ചത്? ഞാൻ കേന്ദ്രീയ വിദ്യാലയം മലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ മലപ്പുറം KVയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം മലപ്പുറംകാർ വീണ്ടും ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം +2 സയൻസ് പഠിച്ചു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം സയൻസിൽ തന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ബട്ട് ആ ഒരു ടൈമിൽ കമ്പ്യൂട്ടറിന് വലിയൊരു സ്കോപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2012 ആയപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ ആക്ച്വലി എന്നോട് ചോദിച്ചിരുന്നു വൈ എന്തിനാ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഓപ്റ്റ് ചെയ്യുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ. പക്ഷേ അപ്പം ഇവരോട് പറയാം, 2012 ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ സ്കോപ്പ് ഇല്ലയെന്ന്. ഇന്നും പലരും മെസ്സേജ് അയക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഇല്ല എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു 10-12 വർഷമായിട്ട് ഈ ടോക്ക് ഇപ്പോഴും നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് അല്ലേ? എന്താ തോന്നുന്നത്, കമ്പ്യൂട്ടർ സയൻസ് സ്കോപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ? എനിക്ക് ശരിക്കും ഇപ്പം ആ ഒരു ടൈമിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇതിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. വേറെ ഒന്നിലും എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് ലൈക്ക്. എങ്ങനെയാണ് കോളേജിലേക്ക് എൻട്രൻസ് ചെയ്തിട്ടാണോ അതോ എങ്ങനെ, ഏത് കോളേജിലാണ് പഠിച്ചത്? സോ എൻട്രൻസ് വഴി തന്നെ എത്തിയത്. ഞാൻ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് എഴുതിയപ്പം അതിൽ അത്യാവശ്യം റാങ്ക് ഉണ്ടായിരുന്നു. കീമാണ് എക്സാം. അതെ. പക്ഷെ നാഷണൽ NITയുടെ അതെ അതിന് എനിക്ക് അത്ര നല്ല റാങ്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം എന്താ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇതിനകത്ത് തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ കിട്ടി. അതെ. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടിയപ്പം പിന്നെ അവിടെ ജോയിൻ ചെയ്ത്. ഓക്കെ. അതുകൊണ്ട് കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പലരും കോളേജൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, സ്കില്ല് മാത്രം മതി, പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കോളേജിൽ പോയി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. അപ്പം എന്താണ് നിൻ്റെ ഒരു ടേക്ക് അതിൽ? എനിക്ക് കോളേജ് ലൈഫ് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഇപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഓക്കെ ഇവർ പറയുന്നു അല്ലാണ്ടേ പഠിക്കാൻ പറ്റും, അല്ലാണ്ട് സ്കിൽ അപ്പ് ചെയ്യാൻ പറ്റും, മേ ബി ദാറ്റ്സ് റൈറ്റ്. പക്ഷെ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് നമ്മൾ ഈ ഒരു 18 to 24 ഇയേഴ്സിലാണ് നമ്മൾ ലൈഫിൽ ഒരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് പേഴ്സണലി. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ള കോളേജ് ലൈഫ് എനിക്ക് അത് നന്നായെന്നാണ് തോന്നിയിട്ടുള്ളത്. അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്സ്, ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ്, ഈവൻ ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാനായിട്ടുള്ള ആളാണെങ്കിൽ മേ ബി അവിടെ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സായിട്ടായിരിക്കും അത് തുടങ്ങാൻ പറ്റുക. അപ്പോൾ അത് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മൾ ചിലപ്പം ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും കൂടി നമ്മൾ പഠിക്കണം. നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നായാലും. ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ടെക് തിങ്, ബട്ട് അതർവൈസ് ലൈക്ക് ചിലപ്പോൾ ലൈഫിലെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവരിന്ന് പഠിക്കുന്നത്. അപ്പോൾ അത് എനിക്കെപ്പോഴും നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവും സെയിമാണ്. കോളേജ് ലൈഫ് അതൊരു യുണീക്കായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം പിന്നെ അത് നമുക്ക് അപ്പോൾ 24-25 വയസ്സിലൊന്നും അത് വീണ്ടും കിട്ടണം എന്നില്ല, ആ ഒരു പ്രായത്തിലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുറേ പേര് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം കോളേജിൽ പോയി അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ, നമുക്ക് ആ സ്കില്ല് വേണമെങ്കിൽ വല്ല 6 മാസത്തിൻ്റെ കോഴ്സോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് എന്തെങ്കിലും ഷോർട്ട് കോഴ്സും അങ്ങനെയൊക്കെയുള്ള ഓരോ ട്യൂട്ടോറിയൽസും ഒക്കെ കണ്ട് പഠിച്ചിട്ട് നേരെ ജോലിക്ക് കയറിയാൽ പോരെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പൈസ കിട്ടി തുടങ്ങും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടും. എന്നിട്ട് ആ പൈസ കിട്ടിയതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ജോബ് കിട്ടി. ഇപ്പോൾ 19 വയസ്സ് 20 വയസ്സ് ജോബ് കിട്ടിയെന്ന് വിചാരിക്കുക, കോളേജിലൊന്നും പോകാതെ. അങ്ങനെ പോകാതെ ആ ജോബ് കിട്ടിയതുകൊണ്ട് ശരിക്കും അവനക്ക് കരിയറിൽ വലിയ സംഭവം കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുമോ, അല്ലെങ്കിൽ പ്രോപ്പർലി ബിടെക് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ് കരിയറിൽ പോകുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മേ ബി അത് പറ്റുമായിരിക്കും, എനിക്ക് അറിയില്ല. കാരണം നമുക്കതിന് എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഭയങ്കര വിഷനുള്ളവരാണ്, അവർക്ക് ഫ്രണ്ടിലേക്ക് നന്നായിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നവർക്കാണെങ്കിൽ മേ ബി ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ബട്ട് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ, അറ്റ്ലീസ്റ്റ് ലൈക്ക് ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു 10 years ahead. അപ്പം ഈ ഒരു ബിടെക് അല്ലെങ്കിൽ ബിടെക് ആവണമെന്നില്ല, ജനറലി ലൈക്ക് ഹയർ എഡ്യൂക്കേഷൻ
ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമ്മൾ കുറച്ചുകൂടി മെച്യൂർ ആവുകയാണ്. യു വിൽ ഹാവ് ബെറ്റർ ഐഡിയ ഓൺ ലൈക്ക് വാട്ട് യു വാണ്ട് ടു ഡു. അപ്പം ആ ഒരു ഇപ്പോൾ ആ ഒരു 4 years ലെറ്റ്സ് സേ ബിടെക് ആണെങ്കിൽ ആ ഒരു 4 yearsൽ നമുക്ക് ഏതർ നമുക്ക് ജോലി ചെയ്യണമെന്നായിരിക്കും നമുക്ക് ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ മേ ബി ഇത് നമുക്ക് പറ്റിയ ഫീൽഡല്ല, വേറെ എന്തിലേക്കെങ്കിലും ആണെന്ന് പോകുന്നതെന്നുള്ളത് മനസ്സിലാവും. ഓർ മേ ബി ഹയർ എഡ്യൂക്കേഷൻ, ഈവൺ അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ആണ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് മേ ബി എത്താം. അപ്പം അതും കൂടി ഒരു ചിന്തിക്കണ്ടേ. ഇപ്പം ബാച്ചിലേഴ്സ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ എസ്പെഷ്യലി ഇപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ AI പോലത്തെ ഫീൽഡിൽ ഈ മാസ്റ്റേഴ്സും PhD ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബേസ് ഇതിൻ്റെ തിയററ്റിക്കൽ നോളേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് എക്വയർ ചെയ്യുന്നവരുണ്ട്. ബട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ തിയററ്റിക്കൽ നോളേജ് കിട്ടാൻ വേണ്ടിയായിരുന്നു. നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് വരാം. അതിന് മുന്നേ ഈ ബാച്ചിലേഴ്സിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ വെച്ചാൽ, ഇപ്പം പറഞ്ഞു നമുക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇതിന് കോളേജിൽ തന്നെ പോയി പഠിക്കണോ, ഇതിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം, ആ സമയത്ത് ഞാൻ വല്ല സ്റ്റാർട്ടപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോബിന് കയറാം, എന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർ പറയുന്നത് കോളേജിൽ പോകുന്ന ഞാൻ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ഇത് ഓൺലൈൻ ഡിഗ്രി, പേരിനൊരു ഡിഗ്രി അത് നമുക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടും. അപ്പം അതാണോ മോർ വർത്ത് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി കോളേജിൽ പോയി പഠിക്കുന്നതാണോ വർത്ത് ഇറ്റ്? ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോളേജിൽ പോയി പഠിക്കുന്നതാണ്. കാരണം ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അൺഫോർച്ചുനേറ്റ്ലി മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ ആ ഒരു ടൈമിലാണ് കോവിഡ് വന്നത്. അപ്പോൾ എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. ആകെ ഒരു 10% അങ്ങനെ കുറച്ച് ക്ലാസ്സിലൊക്കെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത, ബാച്ചിലേഴ്സ് ഞാൻ കോളേജിൽ ലൈവായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്താൽ, മറ്റേതാണെങ്കിൽ ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം മാസ്റ്റേഴ്സിലാണെങ്കിൽ ആ ഒരു കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചേഴ്സായിട്ടുള്ള ഒരു ഇതാണെങ്കിലും ഇൻട്രാക്ഷൻ ആണെങ്കിലും ബാക്കി സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ ഇൻട്രാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു നോളേജ് ഷെയറിംഗ് ആണെങ്കിലും എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയത്. ഓർ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. മേ ബി ഞാൻ അത് മാസ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കും. ബട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. കോളേജ് ലൈഫ് ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഈവൻ ആ ഒരു ബാക്കി കുറച്ച് ക്ലാസ് കോളേജിൽ പോകാൻ പറ്റുള്ളെങ്കിലും അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതെ അതെ, എനിക്കും അങ്ങനെ തോന്നി. ലൈക്ക് എനിക്കും ഇപ്പോഴും ആലോചിക്കുമ്പം ആ സമയത്ത് അപ്പം തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പം ബാക്കിലേക്ക് ആലോചിക്കുമ്പോൾ തോന്നും ആ ഒരു ടൈം പേസ്, അതായത് ആ ബിടെക് പഠിച്ച ആ ഒരു സമയം ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കാരണമാണ് ഇന്ന് നമ്മളൊക്കെ എവിടെ എത്തുന്നതിൻ്റെ മെയിൻ റീസൺ ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തത് ഇനിയിപ്പം നമ്മൾ ഈ കോളേജിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ് പഠിച്ചത്. അപ്പം പലർക്കുള്ള നോഷനാണ് ഈ കോളേജിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ബിടെക്കാർക്ക് വാല്യൂ ഇല്ല, അപ്പം എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതെന്ന് പറയുമ്പം ഒട്ടും വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. IIT NIT ആണെങ്കിലും ഓക്കെ, ബട്ട് അല്ലാത്തതൊക്കെ ആരും അങ്ങനെ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അപ്പം അതിലൊരു കാര്യമുണ്ടോ, അതായത് നമ്മൾ പ്രോപ്പർലി പഠിക്കുക അല്ലെങ്കിൽ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണോ ഇമ്പോർട്ടൻ്റ്, അതോ ശരിക്കും എക്സെപ്റ്റ് IIT NIT ബാക്കിയുള്ള കോളേജ് മാറ്റർ ചെയ്യുന്നുണ്ടോ നമ്മളെ കരിയറിന്? ഞാനിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പല കൊളീഗ്സ് ഇപ്പോൾ നാട്ടിലായാലും അവരെല്ലാവരും ടോപ്പ് കോളേജിൽ നിന്നും വന്നതിലായിരുന്നില്ല. ഈവൻ നമ്മളും ഞാൻ പഠിച്ചതും ഗവൺമെൻറ് കോളേജിലാണ്. എനിക്കത് നല്ല കോളേജായിട്ട് തോന്നിയിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം IIT NIT ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര താഴെയുള്ള കോളേജാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ IIT എന്ന് വന്നവരെ ഞാൻ കൂടെ കൊളീഗ്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് വേറെ കോളേജ് പ്രൈവറ്റ് കോളേജിൽ നിന്ന് വന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിക്കുന്ന സമയത്ത്. അത് നമ്മളെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ. ഇപ്പം നേരത്തെ പറഞ്ഞു കോളേജിൽ പോകാണ്ട് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നത്. കോളേജിൽ പോയിട്ട് അതിൻ്റെ പാരലലി അത് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ബാച്ചിലേഴ്സൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ എക്സ്ട്രാ ടൈം ഉണ്ടാവും. എന്താ ചില ക്ലാസ്സൊന്നും പോകേണ്ടി വരില്ല. ഇപ്പോൾ പോകുന്നതാണെങ്കിൽ തന്നെ ഈവൻ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ടൈം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ പാരലലി സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ, പഠിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ബിടെക് ഭയങ്കര ഡിഫിക്കൽട്ടാണോ പഠിക്കാൻ, എന്താ തോന്നുന്നത്? എനിക്ക് കമ്പയർ ടു ഈ +1 +2 എന്നാട്ടെ ഇവർ വരുന്നത്. +1 +2 സയൻസ് പഠിച്ച പിള്ളേരാണ് ബിടെക്കിലേക്ക് വരുന്നത്. എന്ത് തോന്നുന്നു, ഡിഫിക്കൽട്ട് ആവും? അപ്പോൾ എനിക്കറിയില്ല ഇപ്പം സബ്ജക്ട്സും കോഴ്സ് വർക്കൊക്കെ മാറിയോന്ന്. എനിക്ക് നാട്ടിലെ ബാച്ചിലേഴ്സ് എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഉള്ളത് അതിനകത്ത് കുറച്ചുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി ഓപ്ഷണൽ സബ്ജക്ട്സ് കൊടുക്കണം എന്നുള്ളത്. എനിക്ക് പേഴ്സണലി കുറച്ച് സബ്ജക്ട്സ് ഇഷ്ടമില്ലാത്തതുണ്ടായിരുന്നു.
ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അത് എനിക്കറിയില്ല ഇപ്പോൾ പുറത്തത്തെ ബാച്ചിലേഴ്സിനും അത് ഓപ്ഷണൽ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ നമുക്ക് വളരെ കുറവായിരുന്നു എലക്ടീവ്സ് കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്ക് അതിലേക്ക് പഠിക്കാൻ പറ്റും കൂടുതൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ എലക്ടീവ്സ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI ഉള്ളത് വളരെ കുറവായിരുന്നു. ബട്ട് നമുക്ക് കുറേ പേർക്ക് അതിലായിരുന്നു ഇൻട്രസ്റ്റ് ഉള്ളത്. ബട്ട് ഓപ്ഷൻസ് കോളേജിൽ അങ്ങനെ ആയിരുന്നു. അവിടെ ഈ മെഷീൻ ലേണിംഗ് പറഞ്ഞിട്ട് ഒരു കോഴ്സ് പോലും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വന്ന് ലൈക്ക് നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു വരുന്നത്. പക്ഷേ നാട്ടിൽ പല കോളേജിലും പല രീതിയിൽ. അപ്പം ഒരു കോളേജ് പറഞ്ഞു അവർക്ക് എലക്ടീവ്സ് ഉണ്ട്, പക്ഷെ ഒറ്റ സബ്ജക്റ്റ് എലക്ടീവിൽ എടുക്കാൻ പറ്റുള്ളൂ, അത് ഇലക്ട്രോണിക്സ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ യൂസ് എന്താണെന്ന് പക്ഷേ ഇൻ ജനറൽ പഠിക്കാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടല്ല. ഈ പറഞ്ഞാൽ ചില സബ്ജക്ട്സ് നമുക്ക് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അതല്ലാണ്ട് എന്താ പറയുക, പഠിച്ചെടുക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നി നമ്മളിപ്പം +1 +2 സയൻസ്, അതായത് ഒരു വർഷത്തിന് നമ്മൾ പഠിച്ച് നമ്മൾ എൻട്രൻസ് എഴുതുന്ന ഫൈനൽ എക്സാം എഴുതുന്നതൊക്കെ എഴുതുന്ന അങ്ങനെ വന്ന് നമുക്ക് സെമസ്റ്റർ വൈസ് ഉള്ള ബിടെക് എൻ്റെ ഒപ്പീനിയനിൽ ക്വാണ്ടിറ്റി വൈസ് വളരെ കുറവാണ് പഠിക്കാനെന്നാണ് തോന്നിയത്. ശരിയാണ്. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഒബ്വിയസ്ലി ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 12th കഴിഞ്ഞിട്ടായിരുന്നു വരുന്നത്. അപ്പം അതിൻ്റെ അത്രയും നാളത്തെ ഒരു പ്രഷർ, 10th 12th ഒക്കെ പ്രഷർ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും കുറച്ച് ഫ്രീ ആയിട്ട് പോകാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് മിനിറ്റാണ് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിഫിക്കൽട്ട് എന്നൊക്കെ മേ ബി പറയുന്നത്. ആൻഡ് മാക്സിമം നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ അത് എഴുതിയെടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പാസ് മാർക്ക് മാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതല്ലാണ്ട് ചിലപ്പം എന്താ പറയുക സപ്ലൈ വരിക അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ പിന്നെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞ കളിച്ചപ്പോൾ വേറെ പോയിന്റ് ഓർമ്മ വന്നത്, അതായത് ഇപ്പം മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി 10 +1 +2 നമ്മൾ പറയും 90% മാർക്ക് 95% മാർക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എഞ്ചിനീയറിംഗിൽ എത്തുമ്പം നമ്മളെ മാർക്ക് മാറ്റർ ചെയ്യുന്നുണ്ടോ? ലൈക്ക് 9 CGPA 9.5 CGPA ഒക്കെ വേണോ? അതെങ്കിൽ എന്താ തോന്നുന്ന മാർക്കിനെ കുറിച്ച്? ഡിപ്പെൻസ്. സോ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നാട്ടിലെ മാസ്റ്റേഴ്സിന് കട്ട് ഓഫ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ബാച്ചിലേഴ്സിൻ്റെ മാർക്ക് വെച്ചിട്ട്. ബട്ട് ഇപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് കട്ട് ഓഫ്. അതെ, അതായത് ഇപ്പം ഞാൻ ആദ്യം മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് US പോകുമെന്ന് വിചാരിച്ചിരുന്നു ഒരു 5-6 years ബാക്ക്. അപ്പം എനിക്ക് മിക്ക യൂണിവേഴ്സിറ്റിയിലും കിട്ടാണ്ടിരുന്നത് എൻ്റെ CGPA ഭയങ്കര കുറവായിരുന്നുണ്ടായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്ന, അവർ കമ്പയർ ചെയ്യുക, അവർ ഇന്ത്യൻ കോളേജസ് നോക്കുമ്പോൾ IIT NIT ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ CGPA ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, അവരുടെ CGPA 9.5 ഒക്കെ ആയിരുന്നു. അവരുടെ കോളേജിൽ തന്നെ ആവറേജ് എന്ന് പറയുന്നത്, ഐ മീൻ ആവറേജ് അല്ല, ടോപ്പ് സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 9 ഒക്കെ ആയിരുന്നു. അപ്പം അവരുടെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ CGPA ഒരു 7-7.5 ആണെങ്കിൽ ദർ ഇസ് നോ ചാൻസ്. ആൻഡ് ഈ US കുറേ യൂണിവേഴ്സിറ്റിക്ക് തന്നെ മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് 8 ഒക്കെ ആയിരിക്കും നമ്മളെ ഈ CGPA കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ. സോ അങ്ങനെ ഇപ്പം മാസ്റ്റേഴ്സിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഉള്ളവർക്ക് ഇപ്പം പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഇഷ്യൂ കണ്ടിട്ടുള്ളൂ, അതും ഭയങ്കര കുറവാണെങ്കിൽ. ഈ 9 ഒന്നും എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് പൊതുവെ അത് കോളേജ് വെക്കുന്ന ഒരു കട്ട് ഓഫ് അല്ല, അതോ കമ്പനീസ് വെക്കാറുണ്ടോ കട്ട് ഓഫ്? കോളേജാണ് കൂടുതലും. ഇപ്പം ജോബ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ മാറ്റർ ചെയ്യുമോ അത് CGPA? ഫസ്റ്റ് നമുക്ക് എനിക്കിപ്പം കോളേജിൽ നിന്ന് കിട്ടിയത്, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് മാറ്റർ ചെയ്തായിട്ട് തോന്നിയിട്ടില്ല ടിൽ മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ള ഒരു ഇത് വരുന്നവരെ. വേറെ ഒരു ജോലിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ പ്രീവിയസ് ജോലിയും അല്ലെങ്കിൽ നമ്മളെ കരിയർ വെച്ചിട്ടായിരിക്കുമല്ലോ പിന്നെ മുന്നോട്ട് പോകുക. അതല്ലാതെ എഡ്യൂക്കേഷൻ നോക്കുന്നില്ലല്ലോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ പ്ലേസ്മെന്റ് അല്ലാതെ ഇപ്പോൾ ജോബിലേക്ക് കയറുകയാണെങ്കിലും മാർക്ക് നോക്കും തോന്നുന്നുണ്ടോ? ഉണ്ടാവാം. പക്ഷേ ഇപ്പം മാർക്ക് കുറവാണെങ്കിലും അതിന് പകരമായിട്ട് ഇപ്പം ഈ ചെയ്യുന്ന ആൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ CS ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ഇൻറ്റേൺഷിപ്സോ അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വാല്യുബിളാണ്, ഭയങ്കര വാല്യുബിളാണ്. കുറേ കമ്പനീസൊക്കെ ഗിറ്റബ് നോക്കി തന്നെ എടുക്കുന്നവരുണ്ട്. അതായത് അവിടെ ചെയ്യുന്ന പ്രൊജക്ട്സും, അത് ഞാൻ പറയുന്ന മര്യാദയ്ക്ക് ചെയ്യുന്ന പ്രോജക്റ്റാണ്, അല്ലാണ്ട് ചെറിയ 1-2 കമ്പനീസ് ചെയ്യുന്നില്ല. ബട്ട് യൂട്യൂബിൽ നിന്ന് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്ട്സ് ചെയ്യുക. ഇതൊന്നും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യണമെന്നല്ല, ഇവൻ ചെറിയ പ്രൊജക്ട്സ് അല്ലെങ്കിൽ കോളേജിലുള്ള തന്നെ പ്രൊജക്ട്സ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു പ്രൊഫൈല് ശരിക്കും വെക്കാൻ പറ്റുന്നത്. അപ്പോൾ CGPAക്ക് എന്താ കുറവാണെങ്കിലും
വർക്ക് ചെയ്യാൻ അറിയുന്ന ആളാണെന്ന് കാണിക്കുകയാണെങ്കിൽ ആ അവരത് വാല്യൂ ചെയ്യും. ശരിയാണ്. പക്ഷെ ചില കമ്പനീസ് കട്ട് ഓഫ് വെക്കാറുണ്ട്. ആണല്ലേ? Yeah, they do. ഏത് നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണോ അതോ ഈ സർവീസ് ബേസ്ഡ് കമ്പനീസ്? പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് അവർ ഇന്റേണലി വെക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അടിപൊളി. പിന്നെ അതേപോലെ തന്നെ വേറൊന്നുള്ളത് ഈ സപ്ലി അല്ലെങ്കിൽ റീ വരുന്നത്, ബാക്ക്ലോഗ് വരുന്നതൊക്കെ, അത് വന്നെന്ന് വെച്ചിട്ട് അവരെ കരിയറിനെ ബാധിക്കുമോ? അത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലും സപ്ലി അൺഫോർച്ചുനേറ്റ്ലി വന്ന 1-2 കേസിന്. കാരണം ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ വരാത്ത പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ക്ലാസ്സിൽ മിക്കവരും എക്സാം തോറ്റിരുന്നു. അതെ. അപ്പം എന്നിട്ടും ഈ തോറ്റ ആൾക്കാർക്കൊക്കെ നല്ല ജോലി കിട്ടിയിരുന്നത്. അപ്പം ഈവൻ അതല്ലാണ്ടും ഇപ്പം ചിലവർക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കില്ല ചില സബ്ജക്ട്സ് ഒക്കെ. അങ്ങനെ കിട്ടാതെ വന്നവർ പിന്നെ എഴുതിയെടുത്തിട്ട് അവർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം സപ്ലി ബേസിക്കലി അങ്ങനെ മാറ്റർ ചെയ്യുന്ന കാര്യം നമ്മൾ ജസ്റ്റ് പിന്നെ എപ്പോഴെങ്കിലും എഴുതിയെടുത്ത് ബേസിക്കലി ബിടെക് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാൽ മതി അല്ലേ? അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ കമ്പനീസും അങ്ങനെ വ്യൂ ചെയ്യണമെന്നില്ല. അപ്പുറത്ത് ആരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന അവരുടെ ഇത് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കൾച്ചർ അവർ എന്താണ് നോക്കുന്നത്, അതേമാതിരി തന്നെ നമ്മളെ ക്ലാസ്മേറ്റ്സിന് വെച്ചിട്ടായിരിക്കില്ല നമ്മളെ കമ്പയർ ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആ ക്ലാസ്സിൽ കുറച്ച് പേര് ഫെയിൽ ആവുന്നുണ്ടെന്നുള്ളൂ, പക്ഷേ അവർക്ക് മേ ബി ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ കുറച്ച് ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർ അങ്ങനെയായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ആ സമയത്ത് അവരൊരു പേഴ്സണൽ അതും ഉണ്ടാവാം, എനിക്ക് അറിയില്ല. പക്ഷേ ആസ് എനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ഞാൻ ജസ്റ്റ് അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ബിടെക്കിലെത്തി, അപ്പം ബിടെക് അല്ലാതെ പിന്നെയുള്ള ബാച്ചിലേഴ്സ് ഓപ്ഷൻ നമ്മുടെ ഫീൽഡിലേക്കുള്ളത് എനിക്ക് തോന്നുന്നു BCAയും BSc കമ്പ്യൂട്ടർ സയൻസും ഒക്കെയാണ്. അപ്പം ഒന്നെങ്കിൽ ഈ BCA BScയിലേക്ക് വരുന്നത് ഇപ്പം ബിടെക് കിട്ടാതെ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാതെ ഇതിലേക്ക് വന്നവരുണ്ടാവും, അല്ലെങ്കിൽ സയൻസ് ഫീൽഡിൽ നിന്നല്ലാതെ BCAക്ക് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? അതായത് അവർക്ക് ബിടെക് കിട്ടിയില്ല, അവർ BCA അല്ലെങ്കിൽ BSc വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ലൈക്ക് അവരെ കരിയറിലേക്ക് അവരെ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യുമത്? എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി എൻ്റെ വൈഫ് BCA MCA കഴിഞ്ഞ ആളാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഫ്രണ്ട് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് പുള്ളിക്കാരിയുടെ എന്താ പറയുക BCA MCA പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. അത് ആക്ച്വലി നല്ലൊരു കോളേജിൽ നിന്ന് എടുക്കുക, ഈവൻ ബിടെക് ആണെങ്കിൽ പോലും മാക്സിമം നമുക്ക് പറ്റുന്ന നല്ല കോളേജിൽ നിന്ന് എടുക്കുക. ആൻഡ് നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിൻ്റെ പാരലായിട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ജോലി കയറി അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പം പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ നോക്കും, ബട്ട് അതിൻ്റെ മാർക്കോ അങ്ങനെ നോക്കാറില്ല. ഇനി വേറെ ഒരു സിനാരിയും കൂടി ചോദിക്കാം. അപ്പം നീ ഇപ്പം ഹയർ ചെയ്യുകയാണെന്ന് കരുത്, നീ ഇപ്പം പുതിയ ഒരു ഫ്രഷർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ ഹയർ ചെയ്യാൻ നിൽക്കുകയാണ്. 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്, 2 പേർക്കും ഈക്വൽ സ്കിൽസും ഈക്വൽ പ്രൊഫൈലൊക്കെ ഈക്വലാന്ന് കരുത്. അതിൽ ഒരാൾക്ക് ഡിഗ്രി ഇല്ല, വേറെ ആൾക്ക് ഡിഗ്രി ഉണ്ട്. അതാണ് ഡിഫറൻസ്. നമുക്ക് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ, ആരെ ഹയർ ചെയ്യും? അത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ മാതിരി എന്താ പറയുക, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതില്ല എന്നുണ്ടെങ്കിൽ, അതായത് റിക്വയർമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, റിക്വയർമെൻറ്റ് ഇല്ലാത്ത കേസിൽ ആക്ച്വലി അയാളുടെ നോളജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ആസ് ഇൻ ലൈക്ക് അയാൾക്ക് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ്, ഞാൻ പറഞ്ഞ ഒരു സ്കില്ല് എങ്ങനെ ഉണ്ടെന്ന് തന്നെ നോക്കുക. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ ഈ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഉണ്ടാകുന്ന മെച്യൂരിറ്റി, നമ്മളെങ്ങനെയാണ് ബിഹേവിയറൽ അങ്ങനത്തെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇറ്റ് മാറ്റേഴ്സ്. ആൻഡ് തിയറിറ്റിക്കൽ നോളജും മാറ്റർ ചെയ്യും. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യനൊക്കെ മേ ബി മറ്റേ ആൾക്ക് ത്രൂ ഇൻട്രാക്ഷൻ അല്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ കോളേജിൽ പഠിക്കുന്ന ആൾക്ക് വേറെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം മേ ബി അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ബട്ട് ചിലപ്പോൾ അത് വർക്ക് ആവാം. അതായത് ചിലവർക്ക് ആ ഒരു ബിഹേവിയറൽ രീതിയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇവനെ കൊണ്ട് ഇത് മൊത്തം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഇത് മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും തോന്നുന്നു. അതെ, അത് അറിയാൻ പറ്റും. മീൻസ് അവരെങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്നുള്ളതും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ബാച്ചിലേഴ്സിൻ്റെ സ്റ്റോറിയിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാം. പിന്നെ നീ നെക്സ്റ്റ് ചെയ്തത് മാസ്റ്റേഴ്സാണോ അതോ ജോബാണോ? ബിടെക് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയായിരുന്നു യാഹു ഞങ്ങൾ കോളേജിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു.
ഞങ്ങളുടെ ഇയറിൽ എന്ത് ഭാഗ്യത്തിന് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എക്സാമിന്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് ഇവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നു യാഹു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇരുന്നു. ഭാഗ്യത്തിന് കിട്ടി. നമുക്ക് കുറച്ച് പേർക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. ആൻഡ് ഇത് ഡെവോപ്സ് എഞ്ചിനീയറിനായിരുന്നു കിട്ടിയത്. അപ്പം ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഇൻ്റർവ്യൂ കംപ്ലീറ്റ്ലി ഓർമ്മയില്ല. ബട്ട് കൂടുതലും ഇപ്പോൾ കോളേജിൽ പഠിച്ച കാര്യം അങ്ങനെ ഇതൊക്കെ തന്നെ അവർ ചോദിച്ചത്. പിന്നെ ലിനക്സിൻ്റെ കുറച്ച് കാര്യങ്ങളും ചോദിച്ചിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്ന ഇൻ്റർവ്യൂവിന് ഭയങ്കര നന്നായിട്ടൊന്നും അല്ല. കാരണം അവർ നമ്മൾ ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു റോള് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നത്. അവർ ലൈക്ക് ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഞാൻ എക്സ്പ്ലോർഡ് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൂടുതലും ഡെവ് സൈഡിലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്, കോളേജിലെ ടൈമിൽ നമ്മൾക്കന്ന് എല്ലാവർക്കും ഒന്നും അധികം അറിയണ്ടാവില്ല. ഞാനും ഫസ്റ്റ് ഡെവോപ്സ് ഫസ്റ്റ് ജോബ്. അതെ, കാരണം നമ്മളിത് ഒരു കമ്പനിയിലാണ്, കമ്പനി സൈഡ് അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഉണ്ടാക്കി കഴിഞ്ഞത് എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം അതിനായിരുന്നു അവർ അറിയുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഇതിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ യാഹൂവിൽ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ടല്ലേ. അപ്പം ഡെവോപ്സിനെ കുറിച്ച് എന്താ ഒപ്പീനിയൻ? അതൊരു നല്ല ഫീൽഡാണോ? സ്കോപ്പൊക്കെ ഉണ്ടോ? വളരെ സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ്. സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. ആൻഡ് എന്താ പറയുക, കുറേ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ലിനക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻട്രസ്റ്റ്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിങ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാം ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, അത് എന്നിട്ട് എങ്ങനെ മര്യാദയ്ക്ക് മോണിറ്റർ ചെയ്യാം. ആൻഡ് ഡെവ്സിനോടൊപ്പം, അതായത് ഡെവലപ്പേഴ്സിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ട് അതെങ്ങനെ ഇഷ്യൂസ് സോൾവ് ചെയ്യുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വലിയൊരു കമ്പനി ആകുമ്പോൾ ഒരു 10,000-20,000 സെർവറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വാല്യൂ ഉള്ളതല്ലേ. അപ്പം ഈ ഡെവോപ്സിൽ എങ്ങനെയാണ് കൂടുതൽ കോഡിംഗ് ആണോ, ലെസ് കോഡിംഗ് ആണോ, എങ്ങനെയാണ് അതിലുള്ള സ്കിൽ സെറ്റ് എന്താണ് കൂടുതൽ വേണ്ടത്? കൂടുതലും എന്താ പറയുക, കോഡിങ് അത് ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില കമ്പനിയിൽ കോഡിങ് കുറച്ച് കൂടുതലുണ്ടാവും, അതായത് ചില ഡെവോപ്സിൻ്റെ റോൾസിന്. അപ്പോൾ എൻ്റെ ഇതിനകത്ത് എനിക്ക് കുറച്ച് മേ ബി 30% ഓഫ് ദ ടൈം കോഡിങ് ആയിരുന്നു. ബാക്കി കൂടുതലും ഇതിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇത് ഡിപ്ലോയ് ചെയ്യുന്ന എങ്ങനെയാണ്, കോൺഫിഗർ ചെയ്യാനായിട്ടുള്ള എന്താ പറയുക മെത്തേഡ്സും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു. പിന്നെ മോണിറ്ററിങ് സെറ്റപ്പ് ചെയ്യുക, വലിയ വലിയ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന യാഹു മെയിലിലാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റംസ് മോണിറ്റർ ചെയ്യുക, ഇഷ്യൂസ് ഉള്ളതൊക്കെ റിസോൾവ് ചെയ്യുക. ഡിപ്ലോയ്മെൻറ്റ് തന്നെ ടൈം എടുക്കുന്നതായിരിക്കും, കാരണം കുറേ സെർവേഴ്സ് ഉള്ളപ്പം അതൊക്കെ എങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാം, ഇതൊക്കെയായിരുന്നു. ഞാൻ ചോദിക്കാൻ കാരണം കുറേ പേർക്ക് ഇപ്പം നമ്മളെ ഫീൽഡിലേക്ക് വരണമെന്നുണ്ട്, പക്ഷെ അവർക്ക് കോഡ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കോഡ് ചെയ്യാൻ അത്ര സ്കില്ലില്ല എന്ന് പറയും. അവർ പറയും ടെക്കിലേക്ക് വർക്ക് ചെയ്യണം, പക്ഷേ ലെസ് കോഡിങ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഡെവോപ്സ് എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ആവണമെന്നില്ല. ഇതിപ്പം ഇതിനകത്ത് ഈ ഡെവോപ്സിൻ്റെ ഫീൽഡിൽ തിങ്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളെങ്ങനെ തിങ്ക് ചെയ്യും, നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി വേണം. അതായത് എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ അടിച്ചു പോയി, അതായത് അത് ബ്രേക്കായെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് തിങ്ക് ചെയ്തിട്ട് ഒരു 1 hourലൊക്കെ ആയിരിക്കും ഇത് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അതിന് ഒരു പ്രഷറുള്ള കാര്യമാണ് വലിയ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ. അപ്പം അതിൻ്റെ കറക്റ്റ് എങ്ങനെ റൂട്ട് കോസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡെവലപ്പറുമായിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക സിസ്റ്റംസിൻ്റെ നോളേജ് അത്യാവശ്യമുള്ളവർക്ക് നല്ലതായിരിക്കും അത്. ഓക്കെ. ആൻഡ് ഇപ്പം ഡെവോപ്സിൽ തന്നെ കുറേ ഇതുണ്ട്, അതായത് കുറേ ടൈപ്പ് ഓഫ് ലൈക്ക് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡാറ്റാബേസിൽ വർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ നമ്മൾ ഇപ്പം ഡെവലപ്പറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഓരോ സിസ്റ്റംസ് ഉള്ള പോലെ, അതായത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡിൽ തന്നെ ഡാറ്റാബേസും അല്ലാതെ മിഡിൽ വെയർ ഇങ്ങനെയൊക്കെ ഉള്ള പോലെ തന്നെ ഡെവോപ്സിൽ അങ്ങനെ ഓരോ സ്പെസിഫിക് ഫീൽഡിൽ തന്നെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ബിടെക് കമ്പൽസറി ആണോ? ലൈക്ക് ബിടെക് തന്നെ വേണോ, അതോ BCA BSc ഉള്ളവർക്ക് ഒക്കെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? പറ്റും, പക്ഷേ എനിക്ക് തോന്നുന്നു
നമുക്ക് ആദ്യം മുതലേ ഒരു സിസ്റ്റംസ് നോളജ് ഉള്ളത് നല്ലതായിരിക്കും. അതായത് ഇപ്പം ലിനക്സ് ഉബുണ്ടു അങ്ങനെയുള്ള സാധനത്തിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലതായിരിക്കും. പക്ഷേ ഇതല്ലാത്തവരുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് കൂടുതലും ക്ലൗഡിലേക്കാണ് എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലൗഡിൽ ഇത്തരം കോൺഫിഗറേഷനും ഇതൊക്കെ എന്താ പറയുക വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ AWSലോ അല്ലെങ്കിൽ GCPയിലോ ഒക്കെ നോളജ് ഉള്ളവർക്ക് അതിനകത്ത് സ്കില്ല് ഉണ്ടാക്കിയാൽ മതി. അപ്പം അതിൽ അത്യാവശ്യം നല്ല സ്കില്ലുണ്ടെങ്കിൽ അങ്ങനെയും ജോലി കിട്ടാം. ശരിയാണ്. അപ്പം അത് അങ്ങനെ ഡെവോപ്സ് എത്തി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ നെക്സ്റ്റ് മാസ്റ്റേഴ്സിന് പോയി. ഞാൻ ഇവിടെ ഡെവോപ്സ് ആയിട്ടൊരു 2 years കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേഴ്സണലി ഡെവോപ്സ് മേ ബി ലൈക്ക് 10 years ഡൗൺ ദി ലൈൻ അതാവില്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് പണ്ട് മുതലേ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇഷ്ടം. വെബ് ഡെവലപ്മെൻ്റ് ആയിരുന്നു കൂടുതലും ചെയ്യുന്നത്. ആൻഡ് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് കോളേജിൽ നിന്ന് പ്രൊജക്ട്സ് ഒക്കെ മെഷീൻ ലേണിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്കായിരുന്നു. അപ്പോൾ എനിക്ക് മെഷീൻ ലേണിങ് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മേ ബി അത് ത്രൂ എനിക്ക് ജോബിന് സ്വിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക്, അതായത് AI സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് എല്ലാം നോക്കാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ മാസ്റ്റേഴ്സ് ഞാൻ യുഎസിൽ അപ്ലൈ ചെയ്തു ആദ്യം. ബട്ട് എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടിയില്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എടുക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് US പോകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനത് കിട്ടാത്തതുകൊണ്ട് അത് പിന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ നിന്നപ്പോൾ ഒരു 1 year കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാൻ മെഷീൻ ലേണിങ്ങിൻ്റെ റോൾസിന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില കമ്പനീസിൽ മേ ബി ഇപ്പോൾ സ്റ്റാർട്ടപ്സിലാണെങ്കിൽ ഓപ്സും ഡെവും ആയിട്ടുള്ള ആൾക്കാർ അവർ മേ ബി നോക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്തപ്പം കുറച്ച് കമ്പനീസിന് അങ്ങനത്തെ റോൾസിനുള്ളവർ വേണമായിരുന്നു. അങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റി. ഞാൻ സ്പെസിഫിക്കലി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലല്ലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എനിക്കത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു. പക്ഷേ ഞാൻ അതിലല്ലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഏത് ഫീൽഡായാലും ML റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം 3 years കഴിഞ്ഞു, ഇനി 1 year ഇത് ട്രൈ ചെയ്തിട്ട് വർക്കൗട്ടായില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ എനിക്ക് തിരിച്ച് ഓപ്സിലേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഈ NLP എന്നിട്ട് ഒരു 1 year ഞാൻ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എനിക്ക് ബാംഗ്ലൂർ തന്നെ വെർലൂപ്പ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് 1-2 നല്ല കൊളീഗ്സിനെ കിട്ടി. അവരുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അവരെനിക്ക് മെഷീൻ ലേണിംഗ് കൂടുതലും പഠിപ്പിച്ചതെന്ന് ഞാൻ അവർക്ക് ഓപ്സിൻ്റെ സൈഡ് ഇതെങ്ങനെ ഡിപ്ലോയ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഡെവ് സൈഡ് അല്ലെങ്കിൽ കോഡിങ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ GPU ഒക്കെ എങ്ങനെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാം, ഇതൊക്കെയായിരുന്നു ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതും. പിന്നെ അവരുടെ അടുത്ത് നിന്ന് കുറേ പഠിക്കാൻ പറ്റി, ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പിടികിട്ടി എനിക്ക് NLP കുറച്ചുകൂടി താല്പര്യമുള്ള ഫീൽഡാണെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് മനസ്സിലായി തിയററ്റിക്കൽ നോളജ് അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ പഠിച്ചു വന്നതല്ലല്ലോ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാൽ മാസ്റ്റേഴ്സ് വീണ്ടും ഒന്നുകൂടി നോക്കാമെന്ന് വെച്ചിട്ട് അയർലൻഡിൽ അപ്ലൈ ചെയ്തത്. മാസ്റ്റേഴ്സ് അയർലൻഡിലാണ് ചെയ്തത്? അതെ, ഞാൻ ഒരു 2-3 യൂണിവേഴ്സിറ്റി അയർലൻഡിൽ അപ്ലൈ ചെയ്തുള്ളൂ. കാരണം അതിൻ്റെ താഴത്തേക്കുള്ളത് എനിക്ക് അവിടെ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നിയില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ നോക്കുന്ന കാര്യത്തിന്. കാരണം മാസ്റ്റേഴ്സിന് നമ്മൾ എന്താ പറയുക, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഫസറും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന തീസിസൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ NLP നന്നായിട്ട് ഉള്ള പ്രൊഫസേഴ്സിനെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ മാസ്റ്റേഴ്സ് ചെയ്യുമ്പം നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഒന്നും ചെയ്യുന്ന പോലെ ഏതെങ്കിലും കോളേജോ ഇതൊന്നും പറ്റില്ല. നമ്മൾ പ്രോപ്പർലി റിസർച്ച് ചെയ്ത് നല്ലൊരു പ്രൊഫസറിൻ്റെ അണ്ടറിൽ അത് അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി പോയി അഡ്മിഷൻ എടുക്കണം അല്ലേ? അതായിരിക്കും എൻ്റെ അഡ്വൈസ്. കാരണം മാസ്റ്റേഴ്സിന് ഈ എന്താ പറഞ്ഞ മാതിരി തീസിസൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി നമ്മൾ എന്തിനാണത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ എലക്റ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട് ഇതിനകത്ത് കുറേ. അപ്പോൾ നമ്മൾ കരിയർ ഏത് സൈഡിലേക്കാണ് ട്യൂൺ ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് എലക്റ്റീവ്സ് ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരുന്നത് സ്പെഷ്യലൈസേഷനുള്ള കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈവൺ അതിൽ തന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന NLPയിലാണ്. പ്ലസ് ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പ്രൊഫസർ ആരാണ്, അവരുടെ പ്രീവിയസ് വർക്ക് എന്തൊക്കെയാണ്. ആൻഡ് അവിടെ ചെന്നപ്പം
എനിക്ക് ഓൾറെഡി ചെറിയൊരു NLPയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് അത് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേമാതിരി തന്നെ ഇപ്പം നമ്മളൊരു ടോപ്പ് കുറച്ച് കോളേജ് അല്ലാതെ താഴത്തുള്ള കോളേജ് എടുത്ത കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി നിൽക്കുന്നത്. എക്സ്പെൻസ് കൂടുതലാണ്, പാർട്ട് ടൈം ഒക്കെ ചെയ്യാം, പക്ഷേ എന്നാലും എക്സ്പെൻസ് കൂടുതലാണ്. അവിടെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ മിക്കവർക്കും ജോലി കിട്ടാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതാണ്. ഈ താഴെയുള്ള കോളേജ് ആകുമ്പോൾ എനിക്കിപ്പം മേലുള്ള, അതായത് ഇത് ടോപ്പ് ലൈക്ക് 2-3 യൂണിവേഴ്സിറ്റീസിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ താഴെയുള്ളവരുടെ കാര്യം അതിലും ടഫായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഒരു പേര് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ. എനിക്കും തോന്നിയിട്ടുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച സ്ഥലം, നമ്മൾ പ്രൊഫസർ, ഈ രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം മാസ്റ്റേഴ്സിൻ്റെ ഇതിൽ പറയുമ്പോൾ എനിക്ക് ഇനി ചോദിക്കാനുള്ളൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഇതിന് മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതായത് മാത്സിൽ നല്ല നോളജൊക്കെ ഉള്ളവർക്ക് AI മെഷീൻ ലേണിംഗ് ഒക്കെ പറ്റുള്ളൂ എന്ന് ഒരു ചിന്ത ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്? അതിന് ഭയങ്കര മാത്തമാറ്റിക്സിന് നോളജ് വേണം? സോ ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ AI മെഷീൻ ലേണിങ്ങിൽ ഇപ്പം അതിൻ്റെ ലോ ലെവലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു മോഡലിൻ്റെ ആർക്കിടെക്ചർ, ഇത് കുറച്ച് കോംപ്ലക്സ് ആക്കുകയാണെന്ന് അറിയില്ല, ബട്ട് ബേസിക്കലി മോഡൽ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതംസ് എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കൂടുതലും മാത്സിലുള്ള കളിയാണ് അതിൻ്റെ ഈ ലോ ലെവലിലൊക്കെ നടക്കുന്നത്. പക്ഷേ അതല്ലാണ്ട് ഇതൊരു ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് റിസർച്ച് ചെയ്ത് ഒരു മോഡലൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലാമ എന്ന് പറയുന്ന മോഡൽ ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ NLPയിൽ. അപ്പോൾ ആ ഒരു മോഡൽ എടുത്തിട്ട് ആ മോഡൽ ഉണ്ടാക്കാനായിട്ട് മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. പക്ഷേ അതൊരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുക, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മാത്സിൻ്റെ എന്താ പറയുക നോളേജ് അത്രയും അധികം വേണ്ടി വരില്ല. വേണം, ബട്ട് അധികം വേണ്ടി വരില്ല. കാരണം ആപ്ലിക്കേഷൻ സൈഡിൽ നമ്മൾ കൂടുതലും ഇതിപ്പം ഒരു മോഡലിനെ ഫൈൻ ട്യൂൺ, അല്ലെങ്കിൽ ഒരു മോഡലിനെ ചെറുതായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഡാറ്റയും എന്താ പറയുക ബിസിനസ് നോളേജൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതേമാതിരി തന്നെ ഇപ്പം മെഷീൻ ലേണിങ്ങിനുള്ള ലൈബ്രറീസും കുറേ കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. പണ്ട് അതൊക്കെ കുറേ കൂടി ടഫായിരുന്നു. ഇപ്പം വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, എസ്പെഷ്യലി NLPക്കുള്ള എന്താ ലൈബ്രറീസൊക്കെ. അപ്പം മാത്സ് ഒക്കെ ഇപ്പം PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വേണ്ടി വരും അല്ലേ? അവർ ആ ലോ ലെവലിലാണല്ലോ. ബൈ ദ വേ, ലോ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ലോക്കൽ എന്നല്ല കേട്ടോ അർത്ഥം. ലോ ലെവൽ പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിന് ഡീപ്പായിട്ട് ഉള്ളിൽ പോയിട്ട് ചെയ്യുന്ന റിസർച്ചും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ C ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡീപ്പ് ലെവലിലുള്ളൊരു കാര്യത്തിനാണ്. ഇവിടെ ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളതിനാണ് ഹൈ ലെവൽ പറയുക. ലോ ലെവൽ പറഞ്ഞാൽ കോംപ്ലക്സ് ആൻഡ് ഡീപ്പ് കാര്യങ്ങളാട്ടോ. അപ്പം പലരും നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ അറിയും, അത് ലോക്കൽ ലാംഗ്വേജ് പൈത്തണൊക്കെ പഠിച്ചാൽ പോലെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്യുന്ന. പിന്നെ ഓക്കെ, ഇനി നമ്മൾ മാസ്റ്റേഴ്സിന് ശേഷമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നേരത്തെ ഡെവോപ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഡെവോപ്സ് റോൾസിൽ സാലറി പാക്കേജ് വരുമ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് വെച്ച്, അല്ലെങ്കിൽ മീൻസ് നിൻ്റെ സെയിം കമ്പനിയിൽ തന്നെ എടുത്തോ, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്? അതായത് അവരെ ഭയങ്കര താഴ്ത്തിയിട്ടാണോ കൊടുക്കുന്നത്, അതോ എല്ലാവർക്കും കമ്പനീനനുസരിച്ച് ഒരു നോർമലൈസ്ഡ് സാലറി ആയിട്ടാണോ പോകുന്നത്? എങ്ങനെയാണത്? ഇല്ല, അത്യാവശ്യം നല്ല സാലറി തന്നെ ഉണ്ട് ഡെവോപ്സ് ആണെങ്കിൽ പോലും. ഇവൺ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആസ് ഡെവോപ്സ് ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ, എൻ്റെ അറിവ് വെച്ചിട്ട്. ഞാൻ ഇപ്പോൾ ഡെവോപ്സിൻ്റെ സാലറി അത്രയും ട്രാക്ക് ചെയ്യാറില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല സ്കില്ലുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്യാവശ്യം നോളജ് ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ല സാലറി കിട്ടും. ഇപ്പം സാലറിൻ്റെ കാര്യം പറയാം, ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജോബിന് നിൽക്കുന്ന ഒരാൾ, ഒരു നല്ല സ്കില്ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏത് റേഞ്ചിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ളത്? BTech കഴിഞ്ഞിട്ടാണ്? BTech കഴിഞ്ഞിട്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു മേ ബി ദേ ക്യാൻ ട്രൈ ഔട്ട് സംതിങ് ബിറ്റ്വീൻ 10 and 20 lakhs ആസ് എ സ്റ്റാർട്ട്. കാരണം പണ്ട് 10 lakhs എന്നൊക്കെ പറയുന്നത്, നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം 10 lakhs എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് ഈ ബേസിക് സാലറി തന്നെ. അപ്പം
എനിക്ക് തോന്നുന്നു ബിറ്റ്വീൻ 10 and 20 നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അത്രയും കിട്ടേണ്ടതാണെന്ന് തോന്നുന്നു. അതെ കാരണം നമ്മൾ ബിടെക് പഠിക്കണ മൊത്തം 10 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബെഞ്ച് മാർക്ക്. അതിൻ്റെ മേലെ സാലറി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. പക്ഷേ ഇപ്പം ബിറ്റ്വീൻ 10 to 20 ഭയങ്കര നോർമലൈസ്ഡ് ആണ്. പക്ഷെ സ്റ്റിൽ ദെയർ ആർ പീപ്പിൾ അവർ ഇപ്പോഴും 3 lakh 4 lakh അല്ലെങ്കിൽ ലെസ് ദാൻ 6 lakh പാക്കേജിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പല റീസൺസും ഉണ്ടാവുമായിരിക്കും ആ സാലറി പാക്കേജിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്കുള്ളൊരു പ്രോബ്ലം വെച്ചാൽ അവർ അതിൻ്റെ മേലേക്ക് ഡ്രീം ചെയ്യുന്നില്ല. അപ്പം ഇപ്പം അടുത്തൊരു സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ കൂടെയുള്ള കൊളീഗ്സ് 25,000 പെർ മന്ത് സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത്. 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് 25,000 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. വിച്ച് ഈസ് ഓണസ്റ്റ്ലി വെരി ലോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. പക്ഷേ അവർ കൂടെയുള്ള ഇവരെ ഇൻസ്പയർ ചെയ്യുന്നില്ല. അവർ സ്വയം തന്നെ ഇതിൻ്റെ മേലെ നെക്സ്റ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് എൻ്റെ പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ 40,000 രൂപേൻ്റെ സാലറി ആവും, 50,000. അവർ അടുത്തത് ഈ 10 ലക്ഷമോ അല്ലെങ്കിൽ 12-15 ലക്ഷത്തിൻ്റെ ആനുവൽ പാക്കേജൊന്നും അവർ ഡ്രീം പോലും ചെയ്യുന്നില്ല. അപ്പം അവരങ്ങനെ മീൻസ് യൂഷ്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അങ്ങനെ ഡ്രീം ചെയ്യുന്നതിനെ കുറിച്ചും അത് കിട്ടാനുള്ള ചാൻസിനെ കുറിച്ചും എന്താണ് എൻ്റെ ഒരു ഒപ്പീനിയൻ? എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം നീ പറഞ്ഞ മാതിരി 3 yearsൻ്റെ റോളിന് 25,000 എന്ന് പറയുന്നത് എനിക്ക് ലോ ആയിട്ട് തന്നെ തോന്നുന്നത് ഈ ഒരു ടൈമിൽ. അത് മേ ബി അവർക്ക് ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചിലവരങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. എന്താ ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ ഭയങ്കര ഇൻവോൾവ് ആണ്, ആൻഡ് അവർക്ക് ആ ഒരു സാലറി മതി എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ലൈക്ക് അവരെനിക്ക് തോന്നുന്നു പേഴ്സണലി അവർ മൂവ് ഓൺ ചെയ്യണം, വേറൊരു ജോബിന് ട്രൈ ചെയ്യണം. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരെന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മച്ച് ഹയർ സാലറി ആയിരിക്കും തരുന്നുണ്ടാവുക. ചിലപ്പം ചില കമ്പനികൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിങ് സാലറിയിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും കുറേ കാലത്തേക്ക്. അവർ അധികം പ്രൊമോഷൻ അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കുന്നതൊക്കെ വളരെ കുറയ്ക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഭയങ്കര കൂടുതലായിട്ട് വരിക. അത് മിക്കവരും കുറേ പേര് അതുകൊണ്ടാണ് അങ്ങനത്തെ എന്താ ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നത്. ജോബ് സ്വിച്ച് ചെയ്യുന്ന ഒരു 2 years 3 years കഴിയുമ്പോഴത്തേക്കും ജോബ് സ്വിച്ച് ചെയ്യാനുള്ള കാരണം ആ ഒരു കമ്പനിയിൽ നിന്ന് അത്രയും എന്താ പറയുക സാലറി കൂട്ടി കൊടുക്കാത്തതുകൊണ്ടാണ്. ആൻഡ് ഇൻ ദിസ് കേസ് അവർ എന്താ പറയുക അടുത്ത് അതെ ഹയർ ആയിട്ടുള്ളത് നോക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നീ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ശേഷം നീ പിന്നെ ജോബ് ചെയ്തത് അയർലൻഡിൽ തന്നെയാണോ? അല്ല, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു പ്രൊഫസറായിട്ടായിരുന്നു തീസിസിന് വർക്ക് ചെയ്തത്. അയർലൻഡിലെ യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ കുറേ എന്താ പറയുക യൂണിവേഴ്സിറ്റി കുറേ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ലാബിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഫസറിൻ്റെ കൂടെ തന്നെ. അവിടെ എനിക്ക് ചെറിയൊരു ഇൻറ്റേൺഷിപ്പ് ആൻഡ് ലൈക്ക് മന്ത്ലി എക്സ്പെൻസ് എനിക്ക് അതിനകത്ത് കവർ ചെയ്തു പോയി. അപ്പം അങ്ങനെ ഒരു 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് PhD ഓഫർ തന്നിരുന്നു. ബട്ട് PhD എനിക്ക് പറ്റിയൊരു കാര്യമില്ല എന്ന് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ആ ഒരു സമയത്ത് എനിക്ക് പിടികിട്ടി. അല്ലെങ്കിൽ എനിക്ക് അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല എന്ന്. കാരണം ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് വേണം, ഭയങ്കര പ്രഷറാണ്. എനിക്ക് മെൻ്റലി ആ ഒരു ടൈമിൽ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കമ്പനീസ് നോക്കി ഫൈനലി ആണ് സൂമിൽ കിട്ടിയത് ഇവിടെ ജർമ്മനിയിൽ. പിന്നെ സൂമിൽ കിട്ടിയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നീ ഇൻറ്റേൺഷിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇൻറ്റേൺഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിക്കുന്ന എസ്പെഷ്യലി ബാച്ചിലേഴ്സ് പഠിക്കുന്നവർക്കും മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ? 2 പേർക്കും അത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും, ആൻഡ് ചിലപ്പോൾ അതൊരു ജോബായിട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ലൈക്ക് നമുക്കും ആ ഒരു കമ്പനി നല്ലതാണോ അല്ലയോ എന്ന് മനസ്സിലാവും ഒരു സമയത്ത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഇൻറ്റേൺഷിപ്സ് ചെയ്യുന്ന ടൈമിലുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയ പ്രൊജക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്ത് തീർക്കുന്നത്. അത് റെസ്യൂമിൽ വെക്കാനും നല്ലതാണ്. മീൻസ് ലൈക്ക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്ത് തരണം, ഒരു പ്രൊജക്റ്റ് അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. ആൻഡ് എനിക്ക് തോന്നുന്നത് ജനറലി ഒരു എന്താ പറയുക സ്കിൽ വൈസ് ഇപ്പം നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിയാണോ ഫ്യൂച്ചറിൽ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അല്ലാതെ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യരുതെന്ന് മാത്രം. ബട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു എന്താ പറയുക യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അത് ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും.
ഓക്കെ. പിന്നെ ഈ ഇപ്പം നീ GECയിൽ പഠിച്ച സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ കൂടെ? ഞങ്ങളുടെ അവിടെ ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. നമുക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവർ ആ ഒരു ടൈമിൽ വളരെ കുറവായിരുന്നു. എങ്ങനെയായിരുന്നു ഇൻറ്റേൺഷിപ്പ് അന്ന് അവിടെ? ലൈക്ക് അവർ 6 monthsനൊക്കെ പോയി വർക്ക് ചെയ്യണോ അതോ? അല്ലല്ല, ഒരു 1 or 2 months നമ്മൾ കോളേജിൽ വന്നിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തെടുത്തായിരുന്നു കുറച്ച് പേരെ. അങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പിന് പോയതാണ്. ഓക്കെ. അപ്പം ഇൻറ്റേൺഷിപ്പ് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 3-4 ടൈപ്പ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പിള്ളേർക്ക് കിട്ടിയത് പറഞ്ഞു. ഒന്ന് അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, 2 മാസം പൈസ കിട്ടാതെ അവർ അവിടെ പോയി വർക്ക് ചെയ്യണം. അത് മോസ്റ്റ്ലി നടക്കൽ ഈ സെമസ്റ്ററിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിലൊക്കെയാണ് പിള്ളേർ പോകുന്നത്. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത് ഇൻറ്റേൺഷിപ്പ് ഓൺലി ഫോർ 1 മാസം 2 മാസത്തിനും ചെയ്യുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പ് 6 മാസം അല്ലെങ്കിൽ ഒരു ഫുൾ സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള പിന്നെ ഇൻറ്റേൺഷിപ്പ് ശരിക്കും വാല്യുബിൾ ആവില്ല എത്ര ഡ്യൂറേഷനിൽ ചെയ്യുന്നതാണ്? അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഇൻറ്റേൺഷിപ്പിന് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമോ അതോ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കൽ? അല്ല, അങ്ങോട്ട് പൈസ കൊടുത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുറേ ബിരുദന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അത് നാട്ടിലതൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. പക്ഷെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ വെർലൂപ്പിൽ നമ്മൾ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കലുണ്ടായിരുന്നു. അപ്പം വന്നവർ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് 3 to 6 months ഇടയിലായിരുന്നു അവർ നിന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആയിരുന്നു അവർ വർക്ക് ചെയ്യുന്നത്. അത് മെയിനായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റിൽ തന്നെയായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് അവർ പോകുന്ന സമയമാകുമ്പോൾ ഓൾമോസ്റ്റ് ആ പ്രൊജക്റ്റ് തീരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് വേർഷനെങ്കിലും തീർക്കാൻ പറ്റുന്നത്. അപ്പം അവർക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ലൈഫ് സൈക്കിളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ലൈക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണോ അല്ലയോ എന്ന് അവർക്കപ്പം മനസ്സിലാവുകയും ചെയ്യും ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ബട്ട് അത് ഇപ്പം ആ ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടാണ് ഓരോ കമ്പനിയിൽ. പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്സിൻ്റെ പൊസിഷൻസ് വളരെ കുറവാണ് നാട്ടിൽ. എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നവരും കുറവായിരിക്കും. ശരിയാണ്. ബട്ട് യാ, ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്കിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ മാതിരി ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഇത് കിട്ടാം ഇൻ്റർവ്യൂ പ്രോസസ്സിൽ, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുമ്പോൾ കമ്പനീസ് ചൂസ് ചെയ്യും. അപ്പോൾ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇപ്പം കുറേ പേര് ഇപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ വേഗം പോയാണ്ട് യുഡെമിയിൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഇപ്പം കാണുന്ന യൂട്യൂബേഴ്സും വരൊക്കെ കുറേ കോഴ്സസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അതിൽ പറയുന്ന പ്രൊജക്റ്റ് ചെയ്യുക. അപ്പം അടുത്ത് കണ്ട ഒരു സംഭവം, നമ്മുടെ ഡെവ് എക്സ്പ്രസിൻ്റെ ഗിറ്റബ് റെപ്പോയിൽ പോയിട്ട് കുറേ പിള്ളേർ എനിക്കൊന്നുകൊണ്ട് 200 ചില്ലാനും കമ്മിറ്റ്സ് 200 സംതിങ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ കമൻ്റായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് ഐ വാസ് ഹിയർ അല്ലെങ്കിൽ കമ്മിറ്റഡ് ബൈ ഈ ആൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് അവരുടെ റെസ്യൂമിൽ ആഡ് ചെയ്യും ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഡെവ് എക്സ്പ്രസ് ഇവിടെ ഉള്ളവരെ ബാൻ ചെയ്തു. അതായത് എത്ര കാലത്തേക്ക് ക്ലോസ് ചെയ്തു പുറത്തുനിന്നുള്ള PRs ഒക്കെ. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാറുമ്പോൾ എങ്ങനെയാണ് ഇവർ ഡെവലപ്പ് ചെയ്യേണ്ടത്? വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കോഴ്സസ് ഒക്കെ പോയി ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ, കോഴ്സ് ചെയ്യുന്നത് നല്ലതാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. കാരണം പഠിക്കുന്ന കാര്യം ഇപ്പം നമ്മൾ കോളേജിൽ തന്നെ കുറേ പഠിച്ചു എന്ന് അവർക്കറിയാം. പക്ഷേ അവർക്കറിയാത്തത് പ്രാക്ടിക്കലി നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ നോളേജിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗിറ്റബിൽ ഒരു പ്രൊജക്റ്റ് ഓർ ലൈക്ക് 1-2 പ്രൊജക്റ്റ് എടുത്തിട്ട് അതിൽ ആ പ്രൊജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ ഇപ്പം അതിനകത്ത് ഇല്ലാത്ത പ്രൊജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ലാത്ത ഐഡിയാസ് ഉണ്ടാവും, അതിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം NLPയുടെ കാര്യം ഞാൻ പറയാം. എനിക്കതിൽ ഇപ്പം കൂടുതൽ ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ NLP എന്ന് പറയുന്നത് ഇപ്പം ആയി വരുന്നേ ഉള്ളൂ. അതായത് ഇപ്പോഴാണ് നമ്മൾ കൂടുതലും ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങുന്നതും കുറച്ചും കൂടി നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കുറേ ആൾക്കാരും കൂടി വർക്ക് ചെയ്യും. ഈവൻ ദെൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, മെഷീൻ ലേണിങ്ങിനുള്ള ഡാറ്റ നമ്മുടെ ലാംഗ്വേജസിനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അതൊക്കെ ഈ കോളേജിലുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നത്, അത് കോളേജ് പ്രൊജക്റ്റായിട്ട് തന്നെ കാണിക്കാൻ പറ്റും ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നത്. അത് ആക്ച്വലി ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ തന്നെ ഇവർക്ക് ആക്ച്വലി തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. NLPയിൽ തന്നെ ഇപ്പം മലയാളം അല്ലെങ്കിൽ തമിഴ്
ഇങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഹിന്ദിയിലൊക്കെ കുറേ കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷേ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കോളേജ് ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ടൈം ഉണ്ട് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ മോഡൽ ട്രെയിൻ ചെയ്യാനാണെങ്കിൽ തന്നെ. എല്ലാവരും പറയും GPU വേണമെന്ന്. GPU ഒക്കെ ഓൾറെഡി ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന GPU തന്നെ ഇതൊക്കെ ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇതിലേക്ക് ഒന്ന് ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉള്ളതിൽ സിമ്പിളും ആണെന്ന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ലേ? അതെ, ഇപ്പോൾ ഇപ്പം മെഷീൻ ലേണിങ്ങിൽ ഡാറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഒരു ഇതിൽ ഡാറ്റ ഇല്ലാണ്ട് ബാക്കി എന്ത് മോഡൽ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പം ഒരു ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറുതായിക്കോട്ടെ, പക്ഷെ അത് അത് ബാക്കിയുള്ളവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ചിലർക്ക് വേണമെങ്കിൽ അത് ലൈസൻസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇപ്പം അല്ലേ, ഓപ്പൺ AI-ക്കും ഇവർക്കൊക്കെ മലയാളം ഡാറ്റ സെറ്റ് കൊടുക്കാൻ പറ്റും തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഈവൻ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, അവർ ഇതേമാതിരി തന്നെ ഡാറ്റ സെറ്റ് ഉണ്ടാക്കിയിട്ട് അത് ബാക്കിയുള്ള കമ്പനീസിനെ വിറ്റുകൊണ്ട് നിൽക്കുകയാണ്. അതും നല്ലൊരു അപ്രോച്ചാണ്. ബട്ട് ലൈക്ക് കോളേജിൽ ഐ വുഡ് സേ ലൈക്ക് ഇറ്റ്സ് ഗുഡ് ടു ബിക്കോസ് നമ്മുടെ ലാംഗ്വേജസിന് ഇത് ഓൾറെഡി റിസോഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം NLP-ലാണെങ്കിൽ ലൈബ്രറീസ്, ഈ ഹഗ്ഗിങ് ഫേസിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ലൈബ്രറിയാണ് മിക്കവരും യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാനും സിമ്പിളാണ്. അതിനകത്ത് ഡാറ്റ സെറ്റ് അവരുടെ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കുറേം കൂടി ഈസിയാണ്. ബാക്കിയുള്ളവരുടെ മോഡലായാലും അതേമാതിരി ഡാറ്റ സെറ്റ് ആയാലും. പക്ഷേ ഡാറ്റ സെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു മീൻസ് അത് നോട്ട് ആൻ ഈസി ടാസ്ക്. പക്ഷേ എന്തിനുള്ള ഡാറ്റ സെറ്റ് ആയിരിക്കണം എന്നൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ പ്രൊജക്ട്സിൻ്റെ ഐഡിയാസുള്ളതാണ്. ഇപ്പം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ പ്രൊജക്ട്സിന് വേണ്ടി കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത് കുറച്ച് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത്, അപ്പോൾ പല കോളേജിലുള്ള സ്റ്റുഡൻസും ആ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് അത് അവരെ ഗിറ്റിലും കാര്യത്തിലൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ അവർ കൊളാബ് ചെയ്തിട്ട് പല കോളേജിലുള്ളവർ, ഇപ്പം എല്ലാവർക്കും സെയിം കോളേജിലുള്ളവർ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ലൈക്ക് സെയിം വിഷനൊക്കെ ഉള്ളവർ. അപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഗോളും അത് തന്നെയാണ്. അവരങ്ങനെ ഇൻസ്പയർ ചെയ്യുക, അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളിപ്പം പറഞ്ഞു ഇപ്പം സൂമിലേക്ക് എത്തി അല്ലേ? ഇപ്പോൾ സൂമിൽ ഇപ്പോൾ അയർലൻഡിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് സൂമിലെത്തി, ജർമ്മനിയിലേക്ക് മൂവ് ചെയ്തു. അപ്പം സൂമിലെ വർക്ക് എങ്ങനെയുണ്ട്? എന്താണ് സൂമിൽ എക്സാക്ട്ലി നീ ചെയ്യുന്നത്? ഞാൻ സ്പീച്ച് റെക്കഗ്നീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ടീം സ്പീച്ച് റെക്കഗ്നീഷനും ട്രാൻസ്ലേഷനും ബിൽഡ് ചെയ്യുന്ന ടീമാണ്, മെഷീൻ ട്രാൻസ്ലേഷൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് മീറ്റിങ്ങിൻ്റെ ക്യാപ്ഷൻസിനാണ്. അപ്പം അത് ഓൾറെഡി ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സൂം മീറ്റിങ്സിൽ ക്യാപ്ഷൻസ് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ക്രിപ്റ്റായിട്ട് താഴത്തെ എഴുതി വരുന്നു. അപ്പോൾ അതാണ് നമ്മൾ കുറേ ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പം ആ വർക്ക് ഒബ്വിയസ്ലി ഞാനും ആ സെയിം ടീമിൽ വർക്ക് ചെയ്തിരുന്നു. എനിക്കറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽഡും കാര്യങ്ങളും ഇതൊക്കെയാണ്. പക്ഷേ അതിൽ എന്താണ് ഇത്ര ചാലഞ്ചിങ്? ഇപ്പം കുറേ പേരോട് നമ്മൾ പറയുമ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യൂട്യൂബിൽ ക്യാപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്താ പറയുക ഫിലിംസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാപ്ഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പം കുറേ പേർക്ക് എക്സാക്ട്ലി അറിയില്ല വൈ ദിസ് ഈസ് എ കോംപ്ലക്സ് ടാസ്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് എന്ന് കുറേ പേർക്ക് അറിയില്ല. അവരിപ്പം കാരണം കുറേ പേര് ക്യാപ്ഷൻ എന്ന് കേൾക്കുമ്പോഴത്തേന് ഫിലിം ആൻഡ് TV ഷോ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അതിലൊക്കെ ബൈ ഡിഫോൾട്ട് ക്യാപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇത് കണ്ട് വളർന്നിട്ടുള്ളവരായതുകൊണ്ട് ഇതിപ്പോൾ ഇത്ര വലിയ ആന കാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്? കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഫിലിമിലൊക്കെ വരുന്നത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന, ഓർ ലൈക്ക് അവർ പ്രീ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഓൾറെഡി എഴുതിയതാണ്. അതിനകത്ത് AI മോഡലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ആൻഡ് യൂട്യൂബിലുള്ളതെന്ന് പറയുന്നത് ആ വീഡിയോയ്ക്ക് ഒറ്റ ടൈം ചെയ്താൽ മതി. അവർക്കത് ലൈവായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർക്കത് പ്രസ് ചെയ്താൽ മതി. മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് സെറ്റിംഗ്, ഇപ്പം നമ്മൾ ഇപ്പം ഫോണിൽ വോയിസ് അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുക, സിറിയോ അല്ലെങ്കിൽ ChatGPT-യോ. അപ്പോൾ അസിസ്റ്റൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് ലൈവായിട്ട് വേണമല്ലോ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ. അതിന് ഡിലേ വരുന്നത് യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഭയങ്കര മോശമാണ്. അപ്പോൾ മച്ച് സ്മോളർ മോഡൽസ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് കുറേ ചാലഞ്ചസ് ഉണ്ട്. ലൈവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഓഡിയോ ഇല്ല,
അപ്പോൾ മോഡൽ വർക്ക് ചെയ്യുന്ന രീതി തന്നെ വേറെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ മോഡൽസിനെ വേണം ട്രെയിൻ ചെയ്യാൻ. ഓൾസോ ലൈക്ക് ഇത് ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്ത് ഇത്ര സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ഒപ്റ്റിമൈസേഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ബേസിക്കലി ഒരു നല്ലൊരു എൻജിനീയറിങ് വെറുതെ നമ്മളിപ്പോൾ ഒരു കോഡ് ചെയ്തിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടല്ല വരുന്നത്, അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ താഴത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ആ എഴുതി കാണിക്കുന്ന സാധനം ഇത്രയും മില്യൺസ് ഓഫ് യൂസേഴ്സിൻ്റെ അടുത്ത് അത് എത്തണം, അവരൊക്കെ ഇത് യൂസ് ചെയ്യുമ്പം സിസ്റ്റം ക്രാഷ് ആവാതെ ഇത് വർക്കാവണം. അപ്പം ഇതിന് ജസ്റ്റ് വെറുതെ ഒരു കോഡിങ് നോളജോ അല്ലെങ്കിൽ വെറുതെ ഒരു മെഷീൻ ലേണിങ്ങിൽ ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് ഡിപ്ലോയ് ചെയ്യാനുള്ള നോളജ് മാത്രം മതിയോ, അതോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇതിന് വേണം? അതിന് എനിക്ക് തോന്നുന്നു ഡാറ്റയിൽ കുറേം കൂടി നമുക്ക് നോളജ്, എന്ത് ഡാറ്റ വെച്ചിട്ടാണ് മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത് അത് മെഷീൻ ലേണിങ്ങിൽ കൂടുതലും മെഷീൻ ലേണിങ്ങിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം ഡാറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതല്ലെങ്കിൽ അതിലായിരിക്കും നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നുണ്ടാവുക. മോഡൽ ട്രെയിൻ ചെയ്യുന്നതൊക്കെ അതാണ് കുറച്ചുകൂടി രസമുള്ള കാര്യം എന്ന് എല്ലാവർക്കും തോന്നും, ബട്ട് അത് കുറച്ച് ടൈമേ ചെയ്യുള്ളൂ. ബട്ട് കൂടുതലും ഡാറ്റ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ടാസ്കിന് വേണ്ട ഡാറ്റ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതിലാണ് നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. ആൻഡ് അതിന് പറ്റിയ മോഡൽ പിന്നെ ചൂസ് ചെയ്യണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമില്ലെന്നല്ല പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും വലിയ മോഡൽ ഉണ്ടാക്കാം, ലാമ പോലത്തെ ഒരു മോഡൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഒരു ടാസ്കിന് വേണ്ടി ഉണ്ടാക്കി, അത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഡിപ്ലോയ് ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ ടാസ്കിന് വേണ്ട ഡാറ്റ മോഡലൊക്കെ ചൂസ് ചെയ്തിട്ട് ആൻഡ് അതിന് പറ്റിയ ടെസ്റ്റ് സെറ്റ്, അതായത് നമ്മൾ ടെസ്റ്റിങ് നമ്മൾ ഇൻറ്റേർണലി ചെയ്യും. നമ്മൾ സാധാരണ കോഡിലാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് കേസ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പൈത്തൺ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പിന്നെ എന്താ ടെസ്റ്റ് കേസ് പാസ്സായി കഴിഞ്ഞാൽ ഇത് വർക്കാവും എന്തായാലും, ഹോപ്പ്ഫുള്ളി ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് കേസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നു. മെഷീൻ ലേണിങ്ങിന് അങ്ങനെയല്ലോ. ഇപ്പോൾ സ്പീച്ച് റെക്കഗ്നീഷൻ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ വലിയൊരു ഇതാണ്. കാരണം നമ്മൾ ടെസ്റ്റ് കേസിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഹൗ ആർ യു എന്നുള്ളതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ആണ്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പം എന്താ പറയുക, ആക്ച്വൽ കേസിൽ വരുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ടെസ്റ്റ് കേസൊക്കെ അല്ലെങ്കിൽ ടെസ്റ്റ് സെറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ ലാംഗ്വേജസിലാണെങ്കിൽ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള സ്വിച്ചിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലയാളം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ ഇടയ്ക്ക് കുറേ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് നമ്മൾ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്ക് സ്വിച്ച് ചെയ്യുക. നമ്മൾ 2 ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം മലയാളം തമിഴൊക്കെ ചിലവർ സ്വിച്ച് ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യുമ്പോൾ മിക്കയിടത്തും ഡാറ്റ കോഡ് സ്വിച്ച്ഡ് ആയിരിക്കില്ല. അതായത് നമ്മൾ എഴുതുന്ന ഇപ്പോൾ വിക്കിപീഡിയയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു AI മോഡൽ ട്രെയിൻ ചെയ്യാനായിട്ട് വിക്കിപീഡിയയിൽ നിന്ന് ഡാറ്റ എടുക്കുകയാണെന്ന് വയ്ക്കുക. എടുക്കുന്ന ഡാറ്റ ഫുള്ള് മലയാളത്തിൽ വൃത്തിക്ക് എഴുതിയതായിരിക്കും. പക്ഷേ നമ്മളെ ആക്ച്വൽ യൂസ് കേസിന് ചിലപ്പം ആൾക്കാർ എഴുതുന്നത് ഇംഗ്ലീഷും മലയാളവും സ്വിച്ച് ചെയ്തിട്ടായിരിക്കും. അങ്ങനത്തെ ഡാറ്റ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം റിട്ടേൺ ഫോമിൽ ടെക്സ്റ്റ് ബുക്കിലായാലും അല്ലാത്തതിലൊക്കെ ആയാലും കൂടുതലും എന്താ പറയുക പ്രോപ്പർ മലയാളത്തിലായിരിക്കും. പക്ഷേ ആൾക്കാർ ഇൻ ജനറൽ ലൈഫിൽ യൂസ് ചെയ്യുന്നത് മിക്സ്ഡ് ആയിരുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു വലിയ ടാസ്ക് ഉണ്ടാവും അല്ലേ? അതെ. കാരണം ഇത് ആർട്ടിഫിഷ്യലി അങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രൊജക്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ബട്ട് എന്നാലും ഇത് കൂടുതലുള്ളത് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലാണ്. പക്ഷെ അല്ലാതെ എന്താ പറയുക, ഒരു നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഡാറ്റ സോഴ്സ് വളരെ കുറവാണ് ഇതിന്. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പറയുന്ന മലയാളം മാത്രം, പക്ഷേ മലയാളമല്ല, കുറേ ലാംഗ്വേജസ് ഇപ്പം സൂമിൻ്റെ ടീമിൽ കറൻ്റ്ലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ എല്ലാ ലാംഗ്വേജസും ഇതേ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സൂമിൽ മാത്രമല്ല, ഇപ്പം ഇൻ ജനറൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ കോഡ് സ്വിച്ചിങ് എന്നുള്ളത് കൂടുതലും ഈ ബൈലിംഗ്വലായിട്ടുള്ള, അതായത് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് ഇത് വരുന്നത്. രാജ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് കൂടുതലുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഏരിയയിൽ തന്നെ വേറെ വേറെ ലാംഗ്വേജ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇതർ ലൈക്ക് ഹിന്ദി അവർ ഇംഗ്ലീഷാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കമൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് തന്നെ അറിയാം. ബട്ട് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് കുറവാണ്. ഇപ്പം ചില ലാംഗ്വേജിലൊന്നും അധികം ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ജർമ്മനിയിൽ തന്നെ നോക്കുമ്പോൾ കോഡ് സ്വിച്ചിങ് ഉണ്ട്, പക്ഷെ കുറവാണ്. മീറ്റിങ്സിലൊക്കെ ചിലപ്പം അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് സംസാരിക്കുമ്പോൾ കുറവാണ്. മീറ്റിങ്സിലൊക്കെ മേ ബി യൂസ് ചെയ്യാം അപ്പുറത്തെ ആൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ. ബട്ട് ഇൻ ജനറൽ കുറവാണെന്ന് തോന്നുന്നു. ഇനി വേറെ കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഇപ്പം ബേസിക്കലി ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സ്കില്ലും നോളജും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പം ഇന്നിപ്പോൾ ഒരു ആൾക്ക് ഈ സെയിം പ്രൊജക്റ്റ് ചെയ്യണം മെഷീൻ ലേണിങ്ങിൽ, കോഡ് സ്വിച്ചിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, ഇയാളിത് ജസ്റ്റ് ഇപ്പം വല്ല ടെൻസർ ഫ്ലോൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈബ്രറിയൊക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ ഒരു സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തെന്ന് അവനക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും ചെയ്യാൻ, ഡാറ്റ ട്യൂണിങ് കാര്യങ്ങൾ. അപ്പം ഇത് പെട്ടെന്ന് ഒരു കുട്ടി പ്രൊജക്റ്റായിട്ട് ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണോ അത്? ആക്ച്വലി ആണ്, ബട്ട് അതിന് ഡിപ്പെൻസ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇതിനൊക്കെ അല്ലെങ്കിൽ ML ഫീൽഡിൽ ഈ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ലോ ലെവലായിട്ട് നമുക്ക് കുറേ ചെയ്യാൻ പറ്റും, ഹൈ ലെവലായിട്ടും ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടുതലും ഹൈ ലെവലിൽ ഫോക്കസ് ചെയ്യുന്നതല്ല. അതായത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, ചാറ്റ് ബോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലും സമ്മറൈസേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിൽ അതിനെ അപ്ലൈ ചെയ്യാം. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാനോ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടാസ്ക് എടുത്തിട്ട് അതിനു വേണ്ടി സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ലാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു LLM ലാർജ് ലാംഗ്വേജ് മോഡൽ എടുത്തിട്ട് അതിന് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ട്യൂൺ ചെയ്യാൻ നോക്കുക. അതൊക്കെ കൂടുതലും ചെയ്തെടുക്കാൻ പറ്റുന്ന കാരണം ഇത് ഓൾറെഡി വേറെ ആപ്ലിക്കേഷന് വേണ്ടി ആൾക്കാർ ഫൈൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. ആകെ ഡാറ്റ സെറ്റ് മാത്രം മാറ്റിയാൽ മതി. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡാറ്റ സെറ്റ്സ് നമ്മളുടെ ലാംഗ്വേജസിന് വളരെ കുറവാണ്. അപ്പം അത് ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും മേ ബി ഇതിലും വലിയ ചലഞ്ച്. പക്ഷേ ഇത്രയും വലിയ എന്താ പറയുക GPUവിൽ ട്രെയിൻ ചെയ്യുന്ന മോഡൽസ് ഒന്നും മേ ബി ആദ്യമേ ചെയ്യണമെന്നില്ല. ചെറിയ മോഡൽസ് ഉണ്ട്. പണ്ട് എന്താ പറയുക ഈ വലിയ ട്രാൻസ്ഫോമർ മോഡൽസും ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ചെറിയ മോഡൽസ് ഉണ്ടല്ലോ, അതൊക്കെ ആദ്യമേ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ചെറിയ അൽഗോറിതംസ് വെച്ചിട്ട് ആദ്യം വർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഈ വലിയ ഡീപ്പ് ലേണിംഗ് മോഡൽസിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ആൾക്കാർ കൂടുതലും ചിലപ്പോൾ ഇഫൽസിന് വേണ്ടിയിട്ടായിരിക്കും ML മോഡൽ യൂസ് ചെയ്യുന്നത്. ആവശ്യമില്ല. ശരിയാണ്. ഇപ്പം കുറേ പേര് ഇപ്പോൾ എസ്പെഷ്യലി ChatGPT ഒക്കെ വന്നതിന് ശേഷം നേരെ ചാടുന്നത് LLMലേക്കാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമർ മോഡൽ ഇല്ല. അപ്പം പക്ഷേ സ്റ്റിൽ ചാറ്റ് ബോട്ട്സുകളുണ്ട്. അപ്പം അന്നൊക്കെ നമ്മൾ ഈ RNNും അതും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് പലരും അതൊക്കെ സ്കിപ്പ് ചെയ്ത് നേരെ LLMലേക്കാണ് ചാടുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണോ അവർക്ക് നല്ലത്, അതോ പ്രോപ്പറായിട്ട് നമ്മളെ ബേസിക്സ് ആയിട്ടുള്ള നമ്മൾ ഈ RNNും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലൂടെയുള്ള ഇംപ്ലിമെൻറ്റേഷനാണോ ബെറ്റർ? സോ ഞാൻ എപ്പോഴും ML ഫോളോ ചെയ്യുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് അത് വർക്കായില്ലെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ വലിയ അൽഗോരിതംസ് അല്ലെങ്കിൽ വലിയ വലിയ മോഡലിലേക്കൊക്കെ പോകാറുള്ളൂ. കാരണം മേ ബി നമ്മൾ നോക്കുന്ന കാര്യം നമ്മൾ ആദ്യം ഡാറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ മെഷീൻ ലേണിങ്ങിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആ ഡാറ്റയിൽ നിന്ന് ചിലപ്പം ഇത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും മേ ബി ഫൈനലി ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡീപ്പ് ലേണിംഗ് മോഡലൊന്നും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പം ജസ്റ്റ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ബട്ട് ഇപ്പോൾ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ചെറിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ചെറിയ അൽഗോരിതംസൊക്കെ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആയാലും ഇപ്പോൾ കമ്പ്യൂട്ടർ വിഷനിലായാലും ചെറിയ മോഡൽസും ചെറിയ അൽഗോരിതംസൊക്കെ ഉണ്ട്. അതാദ്യം പഠിച്ച് മനസ്സിലാക്കുക. കാരണം അത് ബേസിക്സ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഡീപ്പ് ലേണിംഗ് മോഡൽസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പഴയ അപ്രോച്ചസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മളെ ടാസ്കിനെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇത് നോക്കുക. ശരിയാണ്. കാരണം ഇപ്പം ചില പ്രോജക്ട്സ്
ഒന്നാമത് ഇപ്പം കുറേ കമ്പനീസൊക്കെ എസ്പെഷ്യലി ടെക് കമ്പനീസൊക്കെ തൊട്ടേനും പിടിച്ചതിനൊക്കെ AI എന്നുള്ള വേർഡാണ് ഇടുന്നത്. ഇപ്പം ഞാൻ കണ്ട ഒരു സിനാരിയോ ഉണ്ട്, ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പ്രൊജക്റ്റാണ്. അതിൽ മെഷീൻ ലേണിംഗ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ആ പ്രൊജക്റ്റിൻ്റെ ടാസ്ക് നോക്കുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു ആൽഗോരിതം എഴുതി സോൾവ് ചെയ്യണം. കുറേ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയിലുള്ള സെർട്ടൻ കൈൻഡ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെർട്ടൻ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് വരണം എന്നുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പം അതിന് ML ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വിത്തിൻ ദാറ്റ് ഡാറ്റ സെറ്റിലുള്ള കാര്യമായിരുന്നു. അത് പുറത്തുനിന്ന് അൺസീൻ ഡാറ്റ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സാധാ ആൽഗോരിതം മതിയായിരുന്നു. പക്ഷേ പല സ്റ്റുഡൻസും ML എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ AI എന്നുള്ള സാധനം പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അങ്ങനെ ചെയ്തു. പക്ഷേ ഇതിന് അറ്റ് ദ എൻഡ് ഒരു വാല്യൂ ഇല്ല എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കുറേ മിസ്കൺസെപ്റ്റ്സ് ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നല്ലൊരു എന്താ പറയുക എൻലൈറ്റ്മെൻ്റ് ആയിക്കാരും ഈ ഇൻഫർമേഷൻസൊക്കെ. ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI വരാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നീ എന്ത് റോഡ് മാപ്പാണ് പറഞ്ഞു കൊടുക്കുക അവർക്ക്? ലൈക്ക് ഫ്രം അവർ +2 കഴിഞ്ഞ് അവർക്ക് ബാച്ചിലേഴ്സ് തൊട്ടിട്ടാണെങ്കിൽ ഒരു റോഡ് മാപ്പ് നീ എങ്ങനെയാണ് പറയുക? ആക്ച്വലി ഒരു ഗുഡ് ടൈമാണ് ഇതിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡെവോപ്സ് ആയിട്ടായിരുന്നു ആദ്യം വർക്ക്, പിന്നെയാണ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഒരു 3 years എനിക്ക് ഇതിനകത്ത് മിസ്സായി, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മിസ്സായിട്ടുണ്ട് ഇതിൽ. ബട്ട് പറഞ്ഞ മാതിരി ഡെവോപ്സിൽ വേറെ എക്സ്പീരിയൻസ് കിട്ടി. പക്ഷേ ഇവർക്ക് ഇപ്പോൾ 12th കഴിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കുറേ ലൈബ്രറീസ് അവൈലബിൾ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ വിഷൻ ആയാലും ഈ മെഷീൻ ലേണിംഗ് തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള 2 അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന 2 സാധനങ്ങളാണ് കമ്പ്യൂട്ടർ വിഷനും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും. ആൻഡ് ഇപ്പം NLP ആണ് കുറേ കൂടി കത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ പെട്ടെന്ന് മേ ബി ഐഡൻറ്റിഫൈ ഇങ്ങനത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇതിലേക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതേമാതിരി തന്നെ ഇതിൻ്റെ കുറേ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റീസിൽ. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ കോളേജുകൾ ഇത് ചെയ്യുന്നുണ്ട്. അവർ ഡാറ്റ സെറ്റ് തന്നിട്ട് ഒരു ടാസ്ക് തരും. ഇത് ഇയർലി വൺസ് ആയിരിക്കും നടക്കുന്നുണ്ട്. മേ ബി അവരുടെ എന്താ പറയുക ടെക് ഈവൻസിൻ്റെ ഇടയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അല്ലാത്തപ്പോഴും നടക്കുന്ന ചിലവർ ഇത് കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പായിട്ട് തന്നെ നടത്തും. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ തരുന്ന ടാസ്കിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മോഡൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ, അതൊക്കെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അത് കുറേ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നാട്ടിലെ കുറേ കോളേജുകൾ ടീമായിട്ട് അത് പോയി ചെയ്യുന്നവരുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷനിലൊക്കെയാണെങ്കിൽ അത് നല്ല ഓപ്ഷനാണ്. ബട്ട് ഈ ഒരു 2 ഫീൽഡ് അല്ലാതെ ഇപ്പോൾ വേറെ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും നോക്കാം. മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബട്ട് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഉള്ള ലൈബ്രറി എടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള, ഇപ്പോൾ പൈത്തണാണ് ഇതിന് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൈത്തണിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനകത്ത് ഇപ്പം കമ്പ്യൂട്ടർ വിഷൻ ആണെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ലൈബ്രറി എടുക്കുക. അതിലെങ്ങനെയാണ് ട്യൂട്ടോറിയൽസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പഠിച്ചിട്ട് എങ്ങനെ നമുക്ക് വേറൊരു ടാസ്കിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞിട്ട് BTech അല്ലെങ്കിൽ അവർ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അവർ ജോബിന് അപ്ലൈ ചെയ്യുമ്പം ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നുള്ള പ്രൊഫൈൽ മാത്രമാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു ടാഗ് ഉള്ളത് മാത്രമാണ് ഇവരുടെ ജോലി? എന്താണ് അവർ ചെയ്യേണ്ടത്? ഏത് ടൈപ്പ് ഓഫ് ജോബിന് അവർ അപ്ലൈ ചെയ്യണം? സോ മെഷീൻ ലേണിങ്ങിൽ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി പുതിയ ഫീൽഡ് ആയതുകൊണ്ട് കമ്പനീസും ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇപ്പം ML ഓപ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് അങ്ങനത്തെ ഫീൽഡിലേക്ക് വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ മിക്കവാറും ഈ റോളുകളെല്ലാം കൂടി 1-2 ഇതിലേക്ക് പോരും. അതായത് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആളും പ്രൊഡക്ഷനിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആളും കോഡ് ഡെവലപ്പറും എല്ലാവരും ഒരാളായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഡാറ്റ അക്വിസിഷൻ ചെയ്യുന്ന ആളും ഡാറ്റ എഞ്ചിനീയറിങ് ചെയ്യുന്ന ആൾ, ഇതെല്ലാം ചിലപ്പോൾ ഒരൊറ്റ ആളായിരിക്കും. കാരണം അയാളായിരിക്കും മൊത്തം സർവീസ് നോക്കുന്നുണ്ടാവുക. പക്ഷേ വലിയ വലിയ കമ്പനിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കുറേ റോളായിട്ട് വരും. ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നവർ, അവർ കൂടുതലും ഈ മോഡൽ ഡെവലപ്പ് ചെയ്യാനായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ആ മോഡൽ എടുത്തിട്ട് ട്രെയിൻ ചെയ്യാൻ നോക്കുന്നവരായിരിക്കും കൂടുതലും. പിന്നെ ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ് ചിലവർ
എന്താ പറയുക ഇതിനെങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യുന്ന എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, അതായത് കോഡിങ്ങിൻ്റെ സൈഡ്. പിന്നെ ഈ ഡെവോപ്സ് ആ ഒരു സൈഡിലേക്കുള്ളവരുണ്ടാവും. അപ്പം പിന്നെ അതേമാതിരി തന്നെ ഈ ഡാറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റ കിട്ടുന്നതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഡാറ്റയുടെ പൈപ്പ് ലൈൻ അതൊക്കെ നോക്കുന്ന വേറെ ആൾക്കാരുണ്ടാവും, ഡാറ്റ എൻജിനീയേഴ്സ്. അപ്പം ഡിഫറെൻറ്റ് റോൾസ് ഉണ്ടാവുക. ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ്, കുറേ റോൾസ് ഉണ്ട്. ഓക്കെ, അതെ, ഡാറ്റ സയൻറ്റിസ്റ്റ്. പക്ഷേ ഈ പിള്ളേർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിൻ്റെ ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലുണ്ടെങ്കിൽ അത് മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെങ്കിൽ 90% ടൈം അത് മാസ്റ്റേഴ്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ PhD ഉള്ളവർക്കൊക്കെ കയറി ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കാര്യം മെഷീൻ ലേണിംഗ് റോൾസ് ഉണ്ടാവുക. അപ്പോൾ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം ജോബ് കിട്ടണമല്ലോ. അപ്പം ഇവർ ഈ കേസിൽ എന്ത് ചെയ്യും? ചിലവർക്ക് ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ടൈറ്റിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സാധനം എങ്ങനെയാണ് യൂസേഴ്സിന് വേണ്ടി കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കൂടെ തന്നെ മറ്റേതും കൂടി കുറച്ച് പഠിക്കാൻ നോക്കുക. മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്കിൻ്റെ ഒരു സാധനം അത് മാത്രം പഠിച്ചിട്ടുള്ളൂ. സ്റ്റാക്ക് ഡെവലപ്പറിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യുക. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ കൂടുതൽ ശമ്പളം കിട്ടുക, ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട എന്ത് സംഭവിച്ചാലും എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ആമസോണ്, ഗൂഗിള് അല്ലാത്ത വേറെ വലിയ വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, വർക്ക് ചെയ്യാന്നുള്ളത് അതിലും വലിയ കാര്യമാണ്. അത് നമുക്ക് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്